നിങ്ങളുടെ കൂട്ടത്തില് സിനിമയിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ റീലിൽ ചെയ്യുമ്പോൾ ഭയങ്കര നിങ്ങളുടെ മാത്രമുള്ള ഒരു സ്ഥലമാണ് 4 പേരും. ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യാം. സിനിമയിൽ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, ക്യാമറ, പുതിയ മുഖങ്ങള്, ഏറ്റവും കൂടുതൽ ടേക്ക് പോയതാരാ? ഈ അരി വെറുക്കാന്നൊക്കെ കേട്ടില്ലേ? ഇല്ല, എല്ലാരും ടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓരോന്ന് ചെയ്യുമ്പോ ഓരോ നല്ലത് കിട്ടൂലേ, അതാ ഉദ്ദേശിച്ചത്. എന്നാലും അങ്ങനെ ആരും ടേക്ക് ഒന്നും കൂടുതലൊന്നും പോയിട്ടില്ല. ഓക്കെ. ഈ പ്രോ ആക്ടർ ഇപ്പം ലാലേട്ടൻ പറയാറില്ല, ഇപ്പൊ തമാശയൊക്കെ പറഞ്ഞ് തിരിച്ച് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ ക്യാരക്ടറായിട്ട് മാറാം. പ്രേക്ഷകരല്ലേ പറയണ്ട, കണ്ടിട്ടല്ലേ പ്രേക്ഷകർ അറിയുന്ന അതല്ല ചോദിച്ചത്. ഷൂട്ടിംഗ് സമയത്ത് അതിന് പ്രേക്ഷകർ നോക്കണോ? എങ്കിലും ഷൂട്ടിംഗ് സമയത്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് സീൻ വരുമ്പം എല്ലാരും അങ്ങനെയാണ്, ചിരിച്ചു കളിച്ചിരിക്കും. ആക്ഷൻ പറയുമ്പോൾ ക്യാരക്ടറിലോട്ട് കയറും, അതുവരെ ചിരിച്ചു. എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാരും ചിരിച്ചു കളിച്ച് നിൽക്കും. സീൻ വരുമ്പോഴത്തേ അടിപൊളിയായിട്ട് ആക്ഷൻ പറയുമ്പോൾ കൂടെ നന്നായിട്ട് എന്റെ പേര് പറയാ, എന്റെ കറക്റ്റ് സിബ്ലിങ്സ് വൈബ് ആട്ടോ ഇവിടെ. ശരിക്കും നിങ്ങളുടെ സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഇത്രയധികം ഒരുപാട് ആൾക്കാരുണ്ട്, ഫണ്ണായിരിക്കും അറിയാം, എങ്കിലും സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? വൈബായിരുന്നു സെറ്റ് എന്ന് പറയുമ്പോ. ഒരു ഫ്രണ്ട്, ഒരു കൂട്ടം കൂട്ടുകാരെങ്ങനെ സിനിമ എടുക്കുമ്പോ എങ്ങനെയായിരിക്കും, അതേ സെയിം വൈബായിരുന്നു. പക്ഷെ ഫുൾ യൂണിറ്റ്, ആക്ടേഴ്സ് മാത്രമല്ല, ഫുൾ യൂണിറ്റ്, ക്യാമറ ആയാലും ലൈറ്റിന്റെ ആയാലും എല്ലാരും ഉൾപ്പെടെ എല്ലാരും കൂട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. നല്ല ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. പറയാൻ പറ്റില്ല, ഇനി ശബരിനെ വെച്ച് 3-ാം ഭാഗം എടുത്താലോ? ബിജുക്കുട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞു, അതായത് സെറ്റില് ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണാനാണ് ആൾക്കാർ കൂടുക, ശരിയാണോ? അല്ല, അങ്ങനെ ചേട്ടാ നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും. അങ്ങനെയൊന്നും ഹാഷിർ അത് സമ്മതിച്ചു? ചുമ്മായിട്ട് ഉൾട്ടടിക്കുന്ന അല്ല, സമ്മതിച്ചു. ചുമ്മാ പറയുന്നേടാ, വിശ്വസിക്കണല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല മുത്തേ. അയ്യോ, അതല്ല, അതല്ല, അത് ഞാൻ എല്ലാരും യൂസ് ചെയ്യുന്ന ടൈം അങ്ങനെയൊന്നുമില്ല. അത് ജസ്റ്റ് പിന്നെ കൂടുതൽ പിള്ളേരായിരുന്നു, സ്കൂൾ ടൈം ആയോണ്ട്, സ്കൂൾ പോർഷൻ ആയോണ്ട് അവർക്കപ്പോൾ നമ്മളെ കണ്ടിട്ടില്ലാത്തതിന്റെ ഒരു കൗതുകം കൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ട്, സംസാരിക്കാൻ പറയാറുണ്ട്. ഉച്ച ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ അവർ വന്നിരിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സ്കൂൾ ടൈം ആയിട്ട് കുറെ വർഷമായി പഠിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഒരു തിരിച്ചു വരവ് കൂടെ ആയിരുന്നു ഈ സ്കൂൾ കാലഘട്ടം. ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തതല്ല, ഞാൻ മാത്രമല്ല എല്ലാരും. ഭയങ്കര രസമായിരുന്നു. വേറൊരു അർത്ഥം ഉണ്ട്, അത് വേറെ അർത്ഥം. എന്തൊരർത്ഥം? സ്കൂൾ ടൈമിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യില്ല. ആർക്കാണ് ബ്രോ വെറുതെ അതെ, മിസ് ചെയ്യാറുണ്ടല്ലേ? ആ മിസ്സിങ് നമ്മള് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നില്ലേ സ്കൂളിൽ എല്ലാവരുടെയും ആ സ്കൂൾ വൈബൊക്കെ. അതാ പറഞ്ഞു, അത് പുള്ളിക്കാരിക്ക് ആദ്യമേ മനസ്സിലായി. ഇവൻ ആ സംശയത്തിലാണ് വീട്ടിൽ കയറി ബ്രില്യൻന്നൊക്കെ. ഇതിപ്പോ സ്കൂളില് നിങ്ങള് 4 പേര് ഒരുമിച്ചായിരുന്നു ശരിക്കും? സ്കൂൾ തൊട്ടുള്ള നമ്മള് 3 പേരായിരുന്നു ഒരുമിച്ച്. ഞാൻ ആഷിറും പറഞ്ഞില്ലേ 8ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച്. അലൻ പുതിയതാ പല കുറെ ഇന്റർവ്യൂ ഇന്നലെ തൊട്ട് കൊടുക്കുന്ന കേട്ടോ, ഓർമ്മ വേണം. ഞാനും ആഷിറും 9ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച്. വിനായക് +1 +2, അവൻ ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അങ്ങനെ. ഓ, അതാണ് നിങ്ങള് ഇന്റർവ്യൂട്ടും ഇത് എക്സ്ട്രോവേർട്ട് ആയി പോയെ. ടീം ഇല്ല അല്ല, അങ്ങനെ എല്ലാരും സത്യം പറഞ്ഞ ഇൻട്രോവേർട്ട് ഒന്നും അല്ല. എല്ലാരും സാഹചര്യം അനുസരിച്ച് സംസാരിക്കുന്നവരാണ്. സംസാരിക്കുന്നുണ്ടല്ലേ? സംഭവം ഉദ്ദേശിച്ചതാണെന്നറിയോ? വീഡിയോയില് പോലെ നീ ചിരിക്കണം, ഹാസ്യം കാണിക്കണം. നമ്മൾ അഭിനയിക്കുന്നതല്ല. ആക്ഷൻ പറഞ്ഞൊരു സീൻ തന്നാ അത് പ്രപ്പോസ് ചെയ്യുന്നു, അതൊന്ന് ചെയ്ത് നോക്ക്. ഇപ്പഴേ നാളെ വന്നു ഭയങ്കര ഒരു സീൻ തരട്ടെ? അല്ലേ ചെയ്ത് നോക്ക്, ചിലപ്പോ ഇല്ല കുഴപ്പമില്ല. അത് അടുത്ത നായകനായിട്ടൊക്കെ അയ്യോ വേണ്ട, ക്യാരക്ടറൊക്കെ പിടിക്കാൻ സമയം എടുക്കും. ഇത് ഇപ്പൊ അതിലെ നേരത്തെ ചോദിച്ചപ്പോ പെട്ടെന്ന് ഈ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോ എന്താ പറയാ, പെട്ടെന്ന് ഞങ്ങൾ ക്യാരക്ടറിലേക്ക് വരുന്ന സെറ്റ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് സ്റ്റുഡിയോ ഫീൽ ഉണ്ട്, കറക്റ്റ് സ്റ്റുഡിയോ ഫീൽ ഉണ്ട്. എന്നാലും അവന് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഓക്കെ, ഈ കൂട്ടത്തില്
ഇപ്പം എന്ത് കാര്യം എന്ത് ഡൗട്ട് ചോദിച്ചാലും കറക്റ്റ് സ്പോട്ടിൽ പറഞ്ഞിരുന്ന ആരാ? എന്ത് ഡൗട്ട് ചോദിച്ചാലും ഇവര് 4 പേരെടുത്തും ഞാൻ ഡൗട്ട് ചോദിക്കാറുണ്ട്, 4 പേരും ഇനി ക്ലിയർ ചെയ്ത് തരാറുണ്ട്. വേദക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ആരോടോ ചോദിക്കാം? എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഡൗട്ട് വരാറില്ല. വരാറില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കട്ടെ ആണെന്നൊക്കെ ഡൗട്ട് വന്നപ്പോ ഞാൻ എല്ലാവരോടും ചോദിക്കും. പക്ഷെ ചോദിച്ച പറഞ്ഞുതരും, എല്ലാരും പറഞ്ഞുതരും. അങ്ങനെ ഒരാളൊന്നുമില്ല. ഞാനോട് ചോദിക്കും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിയോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ. എത്തിക്കുന്നോ? എത്തിക്കുന്നത് ഞാൻ കേൾക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഒരേ കണക്കിരിക്കുന്നല്ലേ നിങ്ങളുടെ രണ്ടുപേരും? സിബ്ലിങ്സ് ആയിട്ട് ഹൈറ്റാ, ഒരു ഫേസ് കട്ട് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോഴും നമ്മുടെ ഫീഡിൽ വരിക നിങ്ങളുടെ റിയാക്ഷൻസ് പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പാടാണല്ലോ. ആൻഡ് എപ്പോഴെങ്കിലും ഒരെണ്ണം ഒന്ന് പെട്ടെന്ന് പറ. ഞാൻ കാണട്ടെ ഒരു ഡയലോഗ് പെട്ടെന്ന് ഓർമ്മയുള്ള. എനിക്ക് ഹാഷിറിന്റെ ഓർമ്മ. അപ്പൊ അത് പറ. അതാ നമ്മളെല്ലാരും ഒന്നല്ലേ 4 പേര്, അത് ആരായാലും പറഞ്ഞാൽ മതി. ഇങ്ങനെ നോക്കണം ഡയലോഗ് പറയാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫേമസ് ഡയലോഗ്സ് ഒക്കെ എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ആളെ വീഴും കേട്ടോ. ആൾക്കാർക്ക് ഇപ്പൊ കൊറേ വീഡിയോസ് വൈറലായതുകൊണ്ട് നിങ്ങളെ കാണുമ്പോഴേ നിങ്ങളുടെ ചിലപ്പം തമാശ പറയും അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയല്ല ഓടി നിങ്ങളുടെ അടുത്ത് വന്ന്. അയ്യോ, അതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നുന്നു. നമ്മളെ ഈ കോമഡി വീഡിയോസ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത് കൂടുതലും. ഒരു കൊച്ചു പയ്യനില്ലേ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ചേട്ടാ ഓ കോമഡി കാണിക്കും, ക്യാമറ ഓണാക്കി എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. അവൻ വീഡിയോ ഓണാക്കിട്ടെ കോമഡി കാണിക്കും, വീഡിയോ വന്നിരുന്നിട്ട് ഞാൻ എന്തൊരു കോമഡി കാണിക്കാൻ അവന്റെ ഫ്രണ്ട് ഇരുന്ന്. ശരി, അങ്ങനെയുള്ള രസകരമായ മൊമെന്റ്സ് ഒക്കെ നല്ല രസമാണ്. വേറെ നമ്മള് ഫേമസ് ഡയലോഗ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പുള്ളി പറഞ്ഞിട്ട് പറയും ആ ഡയലോഗ് ഒന്ന് പറയും, ഞാൻ ചിരിക്കട്ടെ. ആ സ്പോട്ടിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിരിച്ചു പോണേ. ഈ ആരെ കോണ്ടന്റ് മേക്കിംഗ് ആരെ ശരിക്കും 4 പേര് ഒരുമിച്ച് സംസാരിച്ച് അജിൻ സ്പീക്ക് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ 4 പേര് ഇൻഡിവിജ്വലി വീഡിയോസ് ഇടുന്നതാണ്. അപ്പം അവരോരോ വീഡിയോസിന് അവരോരോ ത്രെഡ് കൊണ്ടുവരും. പിന്നെ അത് നമ്മൾ 4 പേരും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. എഴുത്തില്ല, സ്ക്രിപ്റ്റ് അപ്പം സ്പോട്ടില് പറയാ. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഞാൻ നേരത്തെ എനിക്ക് കോണ്ടന്റ് ക്രിയേഷനേക്കാളും കുറച്ചുകൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് തന്നെ. എനിക്ക് ക്രിയേഷനേക്കാളും എനിക്ക് പറഞ്ഞു തന്നാൽ ചെയ്യാനാണ് കുറച്ചുകൂടെ. ഡയറക്ഷൻ കൂടുതലും ആഷിറിനാണ് ഡയറക്ഷൻ കൂടുതലും താല്പര്യമുള്ള അവന് ഇഷ്ടമുള്ള ഒരു മേഖല വിനായകനുണ്ട്. ഡയറക്ഷൻ ആണ്. അതായത് രണ്ടും ഉണ്ട്, പക്ഷെ കൂടുതൽ അതും അവനെ കൊണ്ട് പറ്റും. ഓക്കെ. അപ്പൊ ക്യാമറ ഒക്കെ നമ്മൾ തന്നെ മാറി മാറി ചെയ്യും. എങ്കിലും ക്യാമറയോട് താല്പര്യമുള്ളത് ക്യാമറ നമ്മൾ ഈ ഐഫോൺ ഒക്കെ ഈ ഐഫോണിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് വിലയിരുത്തരുത് കേട്ടോ. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ബ്രോ അല്ലേ പിടിച്ചോണ്ടിരിക്കുന്ന ബ്രോ, അതൊക്കെ വേറെ ലെവലാണ്. അത് നമുക്ക് ഫിലിമിൽ എത്തിയപ്പോഴാ അവർക്ക് അവരുടെ ഒരു വിഷൻ ഉണ്ട്, ഒരു ഫ്രെയിം കാണുമ്പോൾ അവർക്ക് ഒരു തോട്ടുണ്ട്. അതൊക്കെ മുഖത്ത് വെച്ചിട്ട് തിരിക്കുന്നതല്ലാണ്ട് നമ്മളങ്ങനെ പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യും. ഇപ്പൊ കാണുമ്പോ ഇവിടെ 4 പേർക്ക് ഇരിക്കാം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതല്ലാണ്ട് അധികമുപരി അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കോണ്ടന്റിന്റെ ആണ് മാക്സിമം നിങ്ങൾ എഫേർട്ട്. കോണ്ടന്റിനാണ് നമ്മൾ മാക്സിമം എഫേർട്ട്. അതിന്റെ റിസൾട്ട് ആണ്. ഞാൻ ചോദിക്കട്ടെ, സിനിമ ഒട്ടും ആഗ്രഹിക്കാത്ത ആള്, അഭിനയ ഇഷ്ടം ഐ മീൻ താല്പര്യവും ആഗ്രഹം ഇല്ലാത്ത ഒരാള് അല്ലല്ലേ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നീട് ഏത് നീ ഇങ്ങനെ ഒബ്സർവ് ചെയ്യോ? എന്നെ ഒബ്സർവ് ചെയ്തിട്ട് കാണിക്കും. നിങ്ങളെ കോണ്ടന്റ് വീഡിയോ ഒക്കെ നിങ്ങൾ ആരാണ് ശരിക്കും ആർട്ടിസ്റ്റ് ഈ ആൾക്കാരെ ഒബ്സർവ് ചെയ്യും അതുപോലെ ചെയ്യുന്നു പറയല്ലോ. ഹാഷിറിനൊന്ന് കാണിക്കാവോ? ഹാഷിറിനെ കാണിക്കല്ലേ? കാണിക്കുന്ന ഷർട്ട് ഇങ്ങനെ പൊക്കും, ഇങ്ങനെ താക്കും, അതേപോലെ കണ്ണുണ്ട് ഇങ്ങനെ കണ്ണുണ്ട്, പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഒരു നെറ്റിൽ നേരത്തെ ഇന്റർവ്യൂല് ആൾക്കൊരു ക്യാമറ വെച്ചിരുന്ന എക്സ്പ്രഷൻ ഇങ്ങനെ
ഇടുമായിരുന്നു. ആള് സൈലന്റ് അതെ, അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇട്ടോണ്ടിരിക്കുക. ആൾക്കൊരു ക്യാമറ വെച്ചാൽ കുറെ ഇമോജിക്കൊക്കെ ഉള്ള സാധനം കിട്ടി. കൊറേ കട്ട് പോകും കേട്ടോ അവന്റെ. അപ്പൊ സ്റ്റിക്കർ പോവും.